നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ സുരക്ഷ സംബന്ധിച്ച് കേരള പോലീസും CRPFും തമ്മിൽ ധാരണയായി. ഗവർണർക്ക് CRPFും സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഉത്തരവ് നേരത്തെ സംസ്ഥാന സർക്കാരിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ രാജ്ഭവനിൽ ചൊവ്വാഴ്ച ഉന്നതതല യോഗം ചേർന്നു. ഈ യോഗത്തിലാണ് സുരക്ഷ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ അന്തിമ ധാരണയായത്. ധാരണാപ്രകാരം ഗവർണറുടെ വാഹനത്തിനുള്ളിൽ CRPF സുരക്ഷയൊരുക്കും. കൂടാതെ ഗവർണറുടെ വാഹന വ്യൂഹത്തിനൊപ്പം 2 CRPF വാഹനങ്ങൾ കൂടി ഉണ്ടാകും. കേരള പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങൾക്ക് പുറമെയാണ് ഇത്. രാജ്ഭവന്റെ സുരക്ഷ സംബന്ധിച്ച് യോഗത്തിൽ ധാരണയായി. ഗേറ്റിനകത്ത് രാജ്ഭവന്റെ മുഴുവൻ സുരക്ഷയും CRPFനാണ്. ഗേറ്റിന് പുറത്തെ സുരക്ഷാ ചുമതല കേരള പോലീസിനാണ്. സന്ദർശകരുടെ പരിശോധനയടക്കം ഇതിൽ ഉൾപ്പെടും. യോഗത്തിലെ തീരുമാനങ്ങൾ സംസ്ഥാന പോലീസ് മേധാവിയെ അറിയിക്കും. അദ്ദേഹം വിവരങ്ങൾ സംസ്ഥാന ആഭ്യന്തര മന്ത്രാലയത്തെ അറിയിക്കും. തുടർന്ന് സർക്കാർ ഗവർണറുടെ സുരക്ഷ സംബന്ധിച്ച വിവരങ്ങൾ ഉത്തരവായി പുറത്തിറക്കും. യോഗത്തിൽ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, CRPF പ്രതിനിധികൾ, ഇന്റലിജൻസ് ബ്യൂറോ പ്രതിനിധികൾ, രാജ്ഭവൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസം കൊല്ലം നിലമേലുണ്ടായ SFI പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ കേന്ദ്രം CRPF സുരക്ഷ ഏർപ്പെടുത്തിയത്. ഗവർണർക്കെതിരെ സുരക്ഷാ വിമർശവുമായി CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി എത്തി. വിദ്യാർത്ഥികളുടെ സമരത്തിനെതിരെയാണ് ഗവർണറുടെ പ്രതിഷേധമെന്നും ഗവർണറുടെ പ്രവൃത്തികൾ അതിരുകടക്കുമെന്നും യെച്ചൂരി പറഞ്ഞു. കേന്ദ്രത്തിനെതിരായ സമരത്തിൽ പങ്കുചേരാത്തതിൽ കോൺഗ്രസിനെതിരെയും യെച്ചൂരി വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം. രാജ്ഭവന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും താമസിക്കാനായുള്ള സ്ഥലം തിരഞ്ഞുകൊണ്ടിരിക്കുകയാവാം ഗവർണർ എന്ന് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിന് യെച്ചൂരി പരിഹസിച്ചു. വിദ്യാർത്ഥികളുടെ പ്രതിഷേധങ്ങൾക്കെതിരെയാണ് ഗവർണറുടെ പ്രതിഷേധം. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. എന്നാൽ ഇതിനെ തുടർന്ന് കേന്ദ്ര സർക്കാരിനോട് രാജ്യത്തെ ഏറ്റവും വലിയ സുരക്ഷ ആവശ്യപ്പെടുകയാണ് ഗവർണർ ചെയ്തത്. ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും യോജിക്കാൻ കഴിയുന്നതല്ല എന്നും യെച്ചൂരി പറഞ്ഞു. നിയമസഭ പാസാക്കിയ ബില്ല് ഒപ്പിടാതെ ഗവർണർ വെച്ചിരിക്കുന്നത് നേരത്തെ നമ്മൾ കണ്ടതാണ്. സുപ്രീം കോടതി ഇടപെട്ടതോടെ ബില്ലിൽ ഒപ്പിടുന്നതിന് പകരം രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു. BJP RSS ആശയങ്ങൾ നടപ്പാക്കാനാണ് ഗവർണർ ശ്രമിക്കുന്നത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല, യെച്ചൂരി കൂട്ടിച്ചേർത്തു. നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ കോൺഗ്രസ് ജനാധിപത്യ വിരുദ്ധമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. മോദി സർക്കാരിനെതിരെ സംസ്ഥാനത്തെ കോൺഗ്രസ് മൗനം പാലിക്കുകയാണ്. കേന്ദ്ര സർക്കാർ കേരളത്തോട് കാട്ടുന്ന അവഗണനയ്ക്കെതിരെ സർക്കാർ സംഘടിപ്പിച്ച ധർണയിൽ എല്ലാ MLA-മാരെയും എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ക്ഷണിച്ചിരുന്നു. എന്നാൽ കോൺഗ്രസ് ക്ഷണം നിഷേധിക്കുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് ഇതേ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെന്നും അവരവിടെ കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കുന്നുണ്ടെന്നും യെച്ചൂരി പറഞ്ഞു. എന്നാൽ കേരളത്തിൽ മാത്രം കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ മൗനം പാലിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.